So, hello all, welcome back. അപ്പോൾ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ഡേ ഇൻ സെക്കൻഡ് ഇയർ MBBS ലൈഫാണ്. സോ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ, ഒരു വ്ളോഗ് എന്നുള്ള രീതി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ ആണ് നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്യുന്നതായിരിക്കും. സോ എല്ലാവരും തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന നിങ്ങളൊരു സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ലൈക്കാണ്. നിങ്ങൾ എല്ലാവരും തന്നെ ലൈക്ക് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. അടിപൊളി വീഡിയോ തന്നെ ആയിരിക്കും, ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ്. അങ്ങനെ സെക്കൻഡ് ഇയറിലെ ആദ്യത്തെ ദിവസമായിരുന്നു ഇത്. ഏകദേശം 5th ഫ്ലോറിലാണ് നമ്മളുടെ ലെക്ചർ ഹാൾ വരുന്നത്. സോ മൈക്രോബയോളജി ലെക്ചർ ഹാളിലായിരുന്നു നമ്മളുടെ ക്ലാസ് എന്ന് പറയുന്നത്. 8:30 തന്നെ എന്ത് ചെയ്തിട്ടുണ്ട്, ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, സോ ഇന്ന് ഫസ്റ്റ് ഡേ ഇൻ സെക്കൻഡ് ഇയർ MBBS ലൈഫാണ്. എങ്ങനെയുണ്ടായിരുന്നു അൻസാബേ, ഫസ്റ്റ് ക്ലാസ് എങ്ങനെയുണ്ടായിരുന്നു ഒന്ന് പറഞ്ഞോ. ഫസ്റ്റ് ക്ലാസ് വളരെ നല്ല ക്ലാസ് തന്നെയാണ്. ഇവിടെ ഇപ്പം കാര്യമായിട്ട് ഇന്നിപ്പോ കാര്യമായിട്ടൊന്നും എടുത്തിട്ടൊന്നുമില്ല. ഇന്നൊരു ഇൻട്രൊഡക്ഷൻ ആണ് തന്നത്, വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇതാണ് മൈക്രോ ബയോളജി ലെക്ചർ ഹാൾ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെ ആയിരുന്നു നമുക്ക് ആദ്യത്തെ ദിവസം ക്ലാസ്സസ് ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ഒരുപാട് സീറ്റ് വേക്കൻ്റ് ആണ്. ഏകദേശം 110 സ്റ്റുഡൻസ് മാത്രമേ നമ്മളെ ബാച്ചിലുള്ളൂ. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ 110 സ്റ്റുഡൻസിന് മാത്രമേ MBBSന് സീറ്റുള്ളൂ. സോ ബാക്കിയുള്ള സീറ്റുകളൊക്കെ വേക്കൻ്റ് ആണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇൻട്രാക്റ്റീവ് സ്ക്രീനും അതുപോലെ തന്നെ ഒരു പ്രൊജക്ടർ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ പ്രൊജക്ടറിൻ്റെ സ്ക്രീനും അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ്. എല്ലാ മെഡിക്കൽ കോളേജിലും ഉള്ള പോലെ തന്നെ ഇവിടെയും ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. ടീച്ചേഴ്സ് ആ ഒരു സ്റ്റേജിൽ നിന്നിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത്, ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, സോ ഇത് എല്ലാ മെജോറിറ്റി ഓഫ് പ്രൊഫഷണൽ കോളേജിലുമുള്ള ആ ഒരു ബേസിക് സെറ്റപ്പിന് ഇവിടെയുണ്ട്. പിന്നെ നമുക്ക് നോർമൽ ഒരു ബോർഡും അവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇൻട്രാക്റ്റീവ് സ്ക്രീനും. അതുപോലെ തന്നെ ഇവിടെ സീറ്റ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഹൈറ്റിലെ ബാക്കിലോട്ട് വരുമ്പോൾ ഹൈറ്റ് കൂടിയിട്ടാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കിലുള്ള ആളുകൾക്കും കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ്, യാതൊരു ഒബ്സ്ട്രക്ഷനും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട്. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ ക്ലാസ്? ഫസ്റ്റ് ക്ലാസ് അടിപൊളിയായിരുന്നു. സാറ് നല്ല ഫ്രണ്ട്ലി സാറായിരുന്നു. കാര്യമായിട്ടൊന്നും ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇവൻ നമ്മുടെ ബാച്ച് റെപ്രസെൻറ്റേറ്റീവ് ആണ്. ക്ലിനിക്സിൽ എങ്ങനെ പോകണം, അവിടെ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നാണ് ഇവൻ പറയുന്നത്. എൻജോയ്മെന്റ് മാത്രമേ ഉള്ളൂ, വേറെ പഠന സംബന്ധമായി എന്തെങ്കിലും ഉണ്ടെന്ന് വിചാരിച്ചാലും വരണ്ട. ഇത് നമ്മളെ കിരണാണ്, ക്ലാസ്സിലെ മെയിൻ ഫുട്ബോൾ പ്ലെയർ ആണ്. ഓക്കെ, കിരണ എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഇന്നത്തെ ഒരു ഫസ്റ്റ് ഹാഫ് ആൻ അവർ സെഷന്റെ ഒരു റിവ്യൂ ആട്ടിക്ക? ഫസ്റ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ ഫുള്ള് അസ്ലം സാറിന്റെ ഇൻട്രൊഡക്ഷൻ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എങ്ങനെ സെക്കൻഡ് ഇയർ ഫുള്ള് എൻജോയ് ചെയ്യണം എന്നൊക്കെയാണ് മൂപ്പര് പറഞ്ഞു പോയത്. അപ്പോൾ കേട്ടിട്ട് ഒരു പോസിറ്റിവിറ്റി ഒക്കെ തോന്നുന്നുണ്ട്. അപ്പൊ വിളിക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ ഫുട്ബോൾ ക്യാമ്പ് ഒക്കെ എങ്ങനെ പോകുന്നുണ്ട്? ഇപ്പോ ഫുട്ബോൾ ക്യാമ്പ് ഇപ്പൊ നമുക്ക് ടൂർണമെന്റ് ഒക്കെ വരുന്നുണ്ട് കുറെ. അപ്പൊ അതിനനുസരിച്ച് നമ്മള് ഡെയിലി ക്യാമ്പ് ഒക്കെ വെക്കുന്നുണ്ട്. നമ്മള് ഈ വർഷം കപ്പടിക്കാം നമ്മള്? പിന്നല്ല, ഈ വർഷം കപ്പടിക്കാനാണ് പോകുന്നത്. ഓക്കെ ഓക്കെ. ഇത്രയും നേരം ക്ലാസ് റൂമിൽ ഇരുന്ന് കഴിഞ്ഞതിന് ശേഷം ഇനി അടുത്ത ഒരു 2-3 അവർ എന്ന് പറയുന്നത് ക്ലിനിക്സിലായിരിക്കും. സോ എല്ലാവരും തന്നെ ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയിട്ടുണ്ട്. സോ ഒരുപാട് പേര് ലിഫ്റ്റിൽ കയറാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരുപാട് പേര് സ്റ്റെയർസ് യൂസ് ചെയ്യുന്നുണ്ട്. സോ നമ്മളെ ക്ലാസ് കഴിഞ്ഞു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്സിൽ പോകലാണ്. ഓക്കെ, ക്ലിനിക്സിൽ നമുക്ക് നമ്മളെ ബാച്ച് ഏതാണ്? സി ബാച്ച് ആണ്. അപ്പോൾ ഓരോ ബാച്ചിനും ഓരോരോ പോസ്റ്റിംഗ് ആയിരിക്കും. അപ്പൊ നമുക്ക് നോട്ടാണ് പറഞ്ഞോടാ. നമുക്ക് എനിക്കറിയില്ല, അത് എനിക്കും അറിയില്ല. ഇന്ന് എവിടെ നമ്മളെ പോസ്റ്റിംഗ്? എവിടെ ഇന്ന് ഞാൻ ഡി ബാച്ചാ. അപ്പോ ഇന്ന് പോസ്റ്റിംഗ്
പീഡിയാട്രിക്സിൽ. അത് 4 വീക്ക് ഉണ്ടാവും, പിന്നെ അടുത്ത 4 വീക്ക് വേറെ സ്ഥലത്ത്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് അപ്പൊ ഒരു മാസം എല്ലാവർക്കും ഒരു സ്ഥലത്ത് തന്നെ ആയിരിക്കും. ഒരു മാസം വരെ. ഓക്കെ ഓക്കെ, താങ്ക് യു. എല്ലാവരും ക്ലിനിക്സിലോട്ട് പോകുന്നതാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ പോവുകയാണ്, പോസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുകയാണ്. ഇതാണ് ഹോസ്പിറ്റൽ. നമുക്ക് കോളേജിൽ മാത്രമല്ല ക്ലാസ് റൂംസ് ഉള്ളത്. നമുക്ക് ഹോസ്പിറ്റലിലും ഈ പോസ്റ്റിങ്ങിൻ്റെ ടൈമിൽ ക്ലാസ് എടുക്കണം എന്നുണ്ടെങ്കിൽ അവിടെയും ക്ലാസ് റൂംസ് അവൈലബിൾ ആണ്. സോ അവിടേക്കാണ് നമ്മൾ ഇനീഷ്യലി പോയത്. ഇത്രയും കാലം കഴിഞ്ഞ് നമ്മൾ 1 മന്ത് വെക്കേഷനൊക്കെ ശേഷം വീണ്ടും ബാക്ക് ടു ക്ലാസ്സസ് വരികയാണ്. അപ്പം നമ്മുടെ ഫസ്റ്റ് ഡേ എങ്ങനെ ഉണ്ടായിരുന്നു നമുക്ക് ചോദിച്ചേക്കാം. അപ്പം നമുക്ക് പ്രാക്ടിക്കൽസ് എക്സാം, ഫസ്റ്റ് ഇയറിൻ്റെ പ്രാക്ടിക്കൽ എക്സാം വേഗം തീർന്നുകൊണ്ട് ഏകദേശം 1 മന്ത് എബോവ് നമുക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വന്നിട്ട് ഇന്നാണ് 18th ഫസ്റ്റ് ആയിട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫസ്റ്റ് ഒരു സാർ നമുക്കൊരു ചെറിയ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം പോലെ തന്നു. ഒരു 1 hour, ഹാഫ് ആൻ അവർ 45 minutes ഒരു സെഷൻ ആയിരുന്നു. ജസ്റ്റ് എങ്ങനെയായിരിക്കും നിങ്ങൾ സെക്കൻഡ് ഇയർ ഫോക്കസ് ചെയ്യേണ്ടതെന്നൊക്കെ പറഞ്ഞു തന്നു. പിന്നെ ഇപ്പം നമ്മൾ പോസ്റ്റിങ്ങിൻ്റെ ഫസ്റ്റ് ഭാഗമായിട്ട് നമ്മൾ സി ബാച്ചാണ്. അപ്പം ഫസ്റ്റ് പോസ്റ്റിംഗ് വന്നിട്ടുള്ളത് OBG പോസ്റ്റിംഗ് വന്നിട്ടുള്ളത്. അപ്പം ജസ്റ്റ് ക്ലിനിക്സിലേക്ക് വന്നിട്ടുണ്ട്. ബാക്കി ഇനി ഈ കൊല്ലം എന്താവും നോക്കാം. അങ്ങനെ ഉച്ചവരെയുള്ള എല്ലാ ക്ലാസ്സസും കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ഹാപ്പിയാണ്. ഇനി എല്ലാവരും തിരിച്ച് കോളേജിലോട്ട് തന്നെ പോവുകയാണ്. ഇനി ബ്രേക്കാണ്. ഏകദേശം 12 മണി മുതൽ ഏകദേശം 1 മണി വരെ നമുക്ക് ബ്രേക്കാണ്. അതിനുശേഷം ഞാൻ പോയത് ഹോസ്റ്റലിലാണ്. ഏകദേശം 1 മണിക്കൂർ നമുക്ക് ബ്രേക്ക് ഉണ്ട്. ഈ 1 മണിക്കൂർ എന്ത് ചെയ്തു, ഹോസ്റ്റലിൽ ജസ്റ്റ് ഒന്ന് റെസ്റ്റ് എടുത്തു. ഇതാണ് നമ്മളുടെ ഹോസ്പിറ്റലിൻ്റെ ഐക്കണിക് വ്യൂ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷമുള്ള ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും ക്ലാസ് റൂമിൽ തന്നെ അസംബിൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ക്ലാസ്സസ് എല്ലാം കഴിഞ്ഞു. അറ്റ് ലാസ്റ്റ് ഫസ്റ്റ് ഇയർ MBBS ടോപ്പേഴ്സിൻ്റെ വക കേക്ക് കട്ടിംഗ് സെറിമണിയും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പ്രതീക്ഷിച്ചു പോയതുകൊണ്ട് തന്നെ കുറച്ചൊക്കെ നിരാശയായിരുന്നു എനിക്ക് കിട്ടിയത്. കാരണം എന്താ വെച്ചാൽ നമ്മള് ക്ലിനിക്സ് ഫസ്റ്റ് ഇയറിനെ വെച്ച് നോക്കുമ്പോൾ വളരെ സിമ്പിളും അതുപോലെ തന്നെ തീരെ കോംപ്ലിക്കേഷൻ ഇല്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചിട്ട് പോയത് ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോൾ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ പണിയാണ് നമുക്കവിടെ കിട്ടാൻ പോകണമെന്നുള്ള ചെറിയ സൂചനകൾ നമുക്ക് ഇന്ന് കിട്ടി. അതുകൊണ്ട് തന്നെ ഈ നാളെ സംഭവിക്കാൻ പോകുന്ന ആകാംക്ഷ ഉണ്ട്. എന്തൊക്കെ പറഞ്ഞാലും
എനിക്ക് കിട്ടിയ പീഡിയാട്രിക്സ് ആണ്. ഏറ്റവും സുഖം പീഡിയാട്രിക്സ് തന്നെയാണ്. ഇപ്പോൾ നമ്മള് സീനിയേഴ്സിനൊക്കെ ചോദിച്ചപ്പോഴും ഇപ്പോൾ ഇന്നത്തെ അനുഭവം കൊണ്ടും പീഡിയാട്രിക്സ് സുഖമുണ്ട്. അപ്പോൾ അശോകന് കിട്ടിയുള്ളത് ഞാൻ എനിക്ക് മെഡിസിനാണ് കിട്ടിയത്. മെഡിസിനിൽ പറഞ്ഞാൽ ഞങ്ങള് കാര്യമായിട്ട് ചെയ്തത് പറഞ്ഞാല് 2 പേഷ്യന്റ് ഹിസ്റ്ററി എടുക്കുന്ന രീതിയിലാണ് കൂടുതൽ ചെയ്തത്. മെഡിസിന് മൊത്തത്തിൽ കുറച്ച് ടഫിലെ പോലെ തന്നെയാണ് തോന്നിയത്. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചൊക്കെ കുറെ ആപ്ലിക്കബിൾ ആയൊക്കെ തോന്നിയിരുന്നു. നമ്മൾ കുറെ ഹിസ്റ്ററി എടുത്തപ്പോഴൊക്കെ നമ്മൾ ഫിസിയോളജിയിൽ റെക്കോർഡ് ചെയ്തൊക്കെ ഇവിടെ നമുക്ക് ആപ്ലിക്കബിൾ ആയി തോന്നി. അപ്പോൾ മെഡിസിൻ മൊത്തത്തിൽ ഒരു ടഫിലെ പോലെ തോന്നി. വരും ദിവസങ്ങളിൽ എങ്ങനെയുണ്ട് നോക്കാം. പിന്നെ കോളേജിൽ നിന്ന് വിട്ട് ഹോസ്റ്റലിലേക്ക് പോകുമ്പോൾ നമ്മള് ഫസ്റ്റ് ഇയറിൽ പഠിച്ച നോർമാലിറ്റി അബ്നോർമാലിറ്റി ഒക്കെ നമ്മള് കോളേജിൽ അല്ലെ ഹോസ്പിറ്റലിൽ വെച്ച് കാണണം. അപ്പൊ ഈ ഹോസ്പിറ്റലിൽ വെച്ച് കാണുമ്പോൾ അതിന്റെ ഒരു വാവ് ഫാക്ടർ എന്തായാലും നമുക്കുണ്ട്. അപ്പോൾ നമുക്ക് വരും ദിവസങ്ങളിൽ കാണാം.